ഈ വോട്ട് തട്ടിപ്പ് ആരോപണവുമായി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. കൃത്യമായ തെളിവുകളൊക്കെ അദ്ദേഹം അന്ന് വാർത്താ സമ്മേളനത്തിൽ നിരത്തി. പക്ഷേ ഇത് ചട്ടപ്രകാരം തെളിവ് നൽകണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിയുണ്ടായി. അതിൽ ഭിന്ന അഭിപ്രായമാണ് ഉണ്ടായിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം സഹിതം തെളിവ് ചോദിച്ച കമ്മീഷൻ്റെ നടപടി നിയമപ്രകാരം ശരിയായ നടപടിയാണെന്ന് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ഗോപാലസ്വാമി പറഞ്ഞു. എന്നാൽ ചട്ടപ്രകാരം അത് കരട് വോട്ടർ പട്ടികയിന്മേൽ ആക്ഷേപം അറിയിക്കാൻ മാത്രമുള്ള വ്യവസ്ഥയാണെന്ന് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾക്ക് പ്രസക്തവുമല്ലെന്നാണ് എതിർക്കുന്നവരുടെ വാദം. എന്നാൽ ടിക്കാറാം മീണ ഇക്കാര്യത്തിൽ വ്യക്തമായ അതിൻ്റെ മറുപടി നൽകിയിരുന്നു. രാഹുൽ ഗാന്ധിക്ക് തെളിവ് സഹിതം ഇത് നൽകാം. അതായത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ നോട്ടീസ് അയച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകുന്നതിന് എന്താണ് പ്രശ്നമെന്നും കമ്മീഷൻ ചോദിച്ചു. അതായത് കോൺഗ്രസ് എപ്പോഴും അന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് പറയുന്നു, ബാലറ്റ് പേപ്പർ കൊണ്ടുവരണമെന്ന് പറയുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ കള്ളവോട്ട് സംബന്ധിച്ചുള്ള പരാതി പറയുന്നു. പക്ഷേ ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ സമർപ്പിക്കാൻ പറയുമ്പോൾ ഓടി ഒളിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. അതിനെങ്ങനെ കാണാം? ആര് പറഞ്ഞു ഓടി ഒളിക്കുകയാണെന്ന്? രണ്ടാമത് നിയമം അറിയാത്തതിൻ്റെ പേരിൽ ഇത് പൊളിറ്റിക്കലായിട്ട് തന്നെ ഈ കാര്യത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 2024 നടന്നൊരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്ഷേപം, അവർ കണ്ടുപിടിക്കപ്പെട്ട വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള അനോമലീസാണത്. അപ്പോൾ ആ അനോമലീസ് എല്ലാതും കൃത്യം തെളിവോടുകൂടിയാണ് രാഹുൽ ഗാന്ധി പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മാധ്യമങ്ങൾക്കും പരിശോധിക്കാവുന്ന രീതിയിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജിറ്റൽ രേഖ കൊടുത്തില്ല. ഡിജിറ്റൽ രേഖയാണെങ്കിൽ അവർക്ക് വിതിൻ സെക്കൻഡുകൾ കൊണ്ട് ഇപ്പോൾ ഒരാൾ ഞാൻ 10 പ്രാവശ്യം ആ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ, അതോ ഞാൻ വേറെ സംസ്ഥാനത്തുണ്ടോ, അതോ ഞാൻ വേറെ ബൂത്തുകളിലുണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. രാജ്യം മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്തു എന്നുള്ള ക്ലെയിമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. അപ്പോൾ ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുഴുവൻ രേഖകളും നമ്മൾ ഓൺലൈനിലായിട്ടൊക്കെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടൊക്കെ ചേർക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഡിജിറ്റൽ രേഖ കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. പിന്നെ ഇത് 2024 ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്ഷേപങ്ങൾ കൊടുക്കുന്നതിന്, കേസ് കൊടുക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. 45 ദിവസത്തിനുള്ളിൽ അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സൊമോട്ടോ ഇത് പരിശോധിക്കുന്നതിൽ എന്താ ഒരു വിഷയം? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടികയിൽ 2024 തെരഞ്ഞെടുപ്പിൽ ധാരാളം ക്രമക്കേടുകൾ ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ ആ ക്രമക്കേടുകൾ ഉണ്ടോ ഇല്ലയോ എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആരും പരാതി കൊടുത്തില്ലെങ്കിലും പരിശോധിക്കപ്പെടാവുന്ന കാര്യമാണ്. പിന്നെ ഇത് ആരാണിത് ചെയ്യിക്കുന്നത്? BJP ആണ് ചെയ്യിക്കുന്നത് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് ഇതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ്. അതല്ലാതെ ഇനിയിപ്പോൾ ഇത് നിയമപരമായി നേരിടാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ പറയണത് പോലെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ 2-ാം ദിവസം തള്ളും. കാരണം ലീഗലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരാതിയല്ല അത്. കാരണം 2024 പിന്നെ രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ച ആളല്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് അവിടെ ഒരു പരാതി എഴുതി കൊടുക്കാൻ പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിനെ അട്ടിമറിച്ച് കേന്ദ്ര സർക്കാരാണ്. അവിടെ ഒരു സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും കൂടി ഉൾപ്പെടുന്ന ഒരു സമിതി ഉണ്ടാകണമെന്ന് തീരുമാനിച്ചിട്ട് പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും ഉണ്ടാകുന്ന സമിതിയിൽ ആ സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്. അതിനുശേഷം പൂർണ്ണമായും BJPയുടെ നയങ്ങൾക്കനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹം ജ്ഞാനേഷ് കുമാർ, നമ്മുടെ ഇവിടെ ജില്ലാ കളക്ടറായിട്ടിരുന്ന ഒരാളാണ് അദ്ദേഹം പൂർണ്ണമായി BJPയുടെ കാര്യങ്ങൾ മാത്രം പറയാം. പക്ഷെ നിങ്ങളെല്ലാവരും കാണേണ്ട കാര്യം BJP ഒരു കേഡർ പാർട്ടിയാണ്. BJPയെ സംബന്ധിച്ചും RSSനെ സംബന്ധിച്ചും ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു സ്ത്രീക്ക് 3 സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിലാണ് പേര്. ഇതൊന്നും കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. പക്ഷേ ആ കേഡർ ഈ 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അവിടെ പോയി വോട്ട് ചെയ്യുന്നു. ഒരാളായിരിക്കില്ല, എത്രയോ ആളുകൾ. അതിൽ ഈ പല ആളുകളുടെയും വീടിൻ്റെ പേര് 00, പല ആളുകളുടെയും അച്ഛൻ്റെ പേര് ABCD എന്നുവെച്ചാൽ ഏതെങ്കിലും A എന്ന് പറഞ്ഞ ആൽഫബറ്റ്സ് മാത്രം. അപ്പോൾ അച്ഛൻ്റെ പേരില്ലാതെ, വീട്ടും പേരില്ലാതെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു വോട്ടിംഗ് ലിസ്റ്റിൽ, വോട്ടേഴ്സ് ലിസ്റ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ രേഖകൾ പ്രതിപക്ഷത്തിനോ മറ്റു പാർട്ടികൾക്ക് കൊടുത്തില്ലെങ്കിലും ഡിജിറ്റൽ രേഖകൾ തൻ്റെ നിഗമനങ്ങളും വിലയിരുത്തലുകളും സത്യമെന്ന് കോൺഗ്രസ് നേതാവ് വിശ്വസിക്കുന്നെങ്കിൽ
കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടത് പ്രകാരം അദ്ദേഹം സത്യവാങ്മൂലം സഹിതം പരാതിയും തെളിവുകളും കൈമാറണം. അദ്ദേഹം കൈമാറുന്നില്ല. അത് കൈമാറില്ല എന്നുള്ളത് നമ്മൾക്ക് ഇപ്പൊ തീരുമാനിക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ 2024 ഇത്തരത്തിലുള്ള കൃത്രിമങ്ങൾ നടത്തി 1 ലക്ഷത്തെ വോട്ട് ഒരു മണ്ഡലത്തിൽ നിന്ന് ബാക്കി എല്ലാ മണ്ഡലത്തിലും കോൺഗ്രസ് ജയിക്കുകയും ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 23,000 വോട്ട് കിട്ടിയത്, ഇവിടെ 1,40,000 വോട്ട്, 1,05,000 വോട്ട് ഈ ക്രമാതീതമായി കളവായി പലതരത്തിൽ, അതായത് അഡ്രസ് ഇല്ലാത്ത ആൾക്കാർ, ഒരേ റൂമിൽ തന്നെ 60 പേര്, അങ്ങനെ പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്താണ് അന്ന് ജയിച്ചതെന്നാണ് പറയണത്. ആ നിയമപരമായി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുക, ഇത്രയും വലിയൊരു ആള് ഒരു ഓപ്പണായിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അങ്ങനത്തെ ഒരു തെറ്റ് വന്നിട്ടുണ്ടോ എന്ന് ഇലക്ഷൻ കമ്മീഷൻ എന്താ പരിശോധിച്ചാൽ ഇത് ലീഗലി കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പറ്റില്ല അതിൽ. കാരണം ഈ രാഹുൽ ഗാന്ധി എത്രയോ നാളായി ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നു എന്ന് കൃത്യമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളൊക്കെ വേറൊരു കാര്യമുണ്ട്, ഇലക്ഷൻ കമ്മീഷന്റെ പകുതിയോളം വോട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് എവിടെയാണ്? അത് കളഞ്ഞു പോയിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മാത്രമല്ല അത് BJPക്കാരുടെ അടുത്തുണ്ട് എന്നുള്ളത് കാര്യത്തിനെ സംബന്ധിച്ചും വ്യക്തതയുണ്ട്. അപ്പൊ എന്താ BJPക്കാർ ചെയ്യുന്നത്? ഒരു 10 മെഷീൻ ഇപ്പൊ നമ്മൾ സ്ട്രോങ് റൂമിൽ കൊണ്ടുവച്ചാൽ, കേരളം ഒഴിച്ച് അതുപോലെ തമിഴ്നാടോ അതുപോലുള്ള സംസ്ഥാനങ്ങൾ ഒഴിച്ച് BJPക്ക് സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ 10 മെഷീൻ മാറ്റി 10 മെഷീൻ എടുത്തു വെക്കുമ്പോഴാണ് ഈ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല 2024 ഒരു NGO കേസ് കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. രാഹുൽ ഗാന്ധി കൊടുത്തില്ലെങ്കിലും ഒരു NGO കേസ് കൊടുത്തിട്ടുണ്ട്. ആ NGO കേസ് കൊടുത്തതിൽ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മണ്ഡലങ്ങളിലും ചെയ്ത വോട്ടും എണ്ണിയ വോട്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്ന് സുപ്രീം കോടതി കണ്ടെത്തി. പിന്നെ എന്തുകൊണ്ട് രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാതിരിക്കാനും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതിരിക്കാനുമാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി അതിൽ ഇതുവരെ ഒരു തീരുമാനം എടുത്തത്. സുപ്രീം കോടതിന് മുന്നിൽ 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു NGO കൊടുത്ത കേസ് നിലവിലുണ്ട്. അതായത് എണ്ണിയ വോട്ടും ചെയ്ത വോട്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അത് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സർക്കാർ നിലംപൊത്തും, ഈ സർക്കാരിന് പുതിയ ഇലക്ഷൻ നടത്തേണ്ടി വരും. അപ്പൊ അത് നേരത്തെ തന്നെ കേസുണ്ടല്ലോ. അപ്പൊ ഇലക്ഷൻ കമ്മീഷനിൽ അതിനൊരു കേസ് ഇല്ലേ? അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ അതെന്താ മൂടി വെക്കണത്? രാഹുൽ ഗാന്ധി തന്നെ കൊടുക്കണമെന്നില്ല. രാഹുൽ ഗാന്ധി ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ച് വേണമെന്നുണ്ടെങ്കിൽ സൊമോട്ടോ എടുത്തോട്ടെ. തൻ്റെ തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇലക്ഷൻ കമ്മീഷന് അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഇതൊക്കെ ശരിയല്ല എന്നുണ്ടെങ്കിൽ ശരിയല്ല എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ കറക്റ്റായിട്ട് പറയണം. ഇന്നത് കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ 3 സംസ്ഥാനത്ത് പോയൊരു സ്ത്രീ വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നു എന്ന് പറയുന്നത്, അത് പേരില്ലാത്ത ആൾക്കാർ, പേര് മാത്രമുള്ള ആളുകൾ, അഡ്രസ്സ് ഇല്ലാത്ത ആൾക്കാർ, അച്ഛൻ്റെ പേരില്ലാത്ത ആളുകൾ, ഇതൊക്കെ എങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നിരിക്കുന്നു എന്നത് അവർ പരിശോധിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്തേട്ടെ, രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി എടുക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.